ഹലോ ഫ്രണ്ട്സ്, 3 കോമറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. നമ്മളെ സലീം കുമാറിലെ സിനിമയിൽ പറഞ്ഞ പോലെ അവിടെയെല്ലാം ഇടത്തോട്ടാണല്ലോ. ഇപ്പം മനസ്സിലായോ? ദുബായിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ലഗേജൊക്കെ ആയിട്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങളുടെ സീറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ തന്നു. കോ പാസഞ്ചേഴ്സ് ഒന്നും കൂടെ ഇല്ലാതെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നുകൊണ്ട് ഒരു ഫാമിലിയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന തന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള കോൾ വന്നു. ഞങ്ങളെല്ലാവരും അകത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. എത്തിഹാദ് എയർലൈൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അവർക്ക് പിള്ളേരോടൊക്കെയുള്ള അപ്രോച്ച് ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. അതൊക്കെ നല്ല ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. മമ്മിയും ട്രീസയും ഒരു റോയൽ, അതിന് തൊട്ടു പുറകിൽ പപ്പ, അലൻ, ആൽഫി, അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഞാനും മീരയും. നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് ആയിരുന്നു. ചെന്ന് കയറി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്ക് വേണ്ടി അവർ കളറിംഗ് ബുക്കും ക്രയോൺസും ഒക്കെ സപ്ലൈ ചെയ്തു. അതിലാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പടമൊക്കെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയായി. എത്തിഹാദിൻ്റെ ഈ ഫ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സീറ്റിംഗ് ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല AC. വെളുപ്പിനെയുള്ള ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാങ്കറ്റ്സും പില്ലോസും എല്ലാം അവർ തന്നിരുന്നു. അത് നല്ല ക്വാളിറ്റി ഉള്ളത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുഡൊക്കെ സെർവ് ചെയ്തു. കുട്ടികൾക്കാണ് ആദ്യത്തെ പ്രയോറിറ്റി. അവർക്കതിനകത്ത് ബർഗറും നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും കട്ട് ഫ്രൂട്ട്സും യോഗട്ടും ചോക്ലേറ്റ്സും അവർക്കിഷ്ടപ്പെട്ട ഡ്രിങ്ക്സും ഒക്കെ അവർ സപ്ലൈ ചെയ്തു. അങ്ങനെ പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ഫുഡ് വന്നു. അതിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഓംലെറ്റ് ഉണ്ടായിരുന്നു, ബേക്ക്ഡ് വെജിറ്റബിൾസ്, സോസേജ്, സ്പിനാഷ്, കട്ട് ഫ്രൂട്ട്സ്, യോഗട്ട് ഉണ്ടായിരുന്നു, ക്രോഷൻ ബണ്ണ്, അതിൻ്റെ കൂട്ടത്തിൽ ജാം ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, നമുക്കിഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. എത്തിഹാദ് എയർലൈൻസിൽ ഫുഡൊക്കെ അവർ സെർവ് ചെയ്തത് നല്ല ഹോട്ടായിട്ടായിരുന്നു. അത് എടുത്ത് പറയേണ്ട കാര്യമായിരുന്നു. നല്ല ഹോട്ടായിട്ടായിരുന്നു ഞങ്ങൾക്ക് അവർ ഫുഡ് തന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഓൺ ടൈം ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അബുദാബി ലാൻഡ് ചെയ്തു. നമ്മൾ അബുദാബി എയർപോർട്ടിനുള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ വരെ കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇമിഗ്രേഷനിൽ വന്നു. അവിടെ നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു 45 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഒന്ന് വെളിയിൽ കിടക്കാൻ. UAE തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ എയർപോർട്ടാണ് സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അവിടെ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ പുറകെ ദുബായ് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്